ഓം ശ്രീമാത്രേ നമഃ. മനസ്സിനെ ശാന്തിയിലേക്കും ആത്മാവിനെ പ്രകാശത്തിലേക്കും നയിക്കുന്ന ഒരു യാത്രയിലേക്ക് സ്വാഗതം. ഓരോ വാക്കും ഓരോ ശ്വാസവും നമ്മെ എല്ലാവരെയും ദേവിയിലേക്ക് നയിക്കട്ടെ. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കും. 2025 കഴിയാൻ പോകുകയാണ്. നമ്മുടെയൊക്കെ ജീവിത കാലഘട്ടത്തിനിടയ്ക്ക് ഒരുപാട് വർഷങ്ങൾ വരികയും പോകുകയും ചെയ്തു. നമ്മുടെ ജീവിതപാത പുരോഗതിയില്ലാതെ സ്ഥിരമായി തന്നെ തുടരുകയാണെങ്കിൽ നാം ആരെയാണ് പഴിക്കേണ്ടത്? ദൈവത്തെയോ? എങ്ങനെയാണ് നമ്മുടെ ജീവിതപാതയെയും വിധിയെ തന്നെയും മാറ്റാൻ സാധിക്കുക? ജീവിതം കെട്ടിനിൽക്കുന്ന ജലം പോലെ പുരോഗതിയിലേക്കുള്ള ഒഴുക്കില്ലാതെ എത്ര വർഷങ്ങളാണ് അങ്ങനെ കടന്നു പോയത്? മാറ്റങ്ങൾ താനേ വന്നുകൊള്ളും എന്ന് നമ്മളും കരുതി. ഇനിയും എത്ര വർഷങ്ങൾ നമ്മൾ സാഹചര്യങ്ങളെ പഴിച്ചും വ്യക്തികളെയും സമൂഹത്തെയും ചിന്തകളെയും ഒടുവിൽ ഈശ്വരനെ തന്നെയും പഴി പറഞ്ഞും കടന്നു പോകും? നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ സാധിക്കാത്തതിന് ഈശ്വരനാണോ ഉത്തരവാദി? ഇതിനൊക്കെയുള്ള ഉത്തരം എവിടെയാണ്? നമ്മൾ തന്നെ പലപ്പോഴും അതിശയിക്കാറില്ലേ? നമ്മുടെ പ്രാർത്ഥനകൾ, ആഗ്രഹങ്ങൾ, ചുരുക്കം ചില ക്ഷണികമായ പ്രവർത്തനങ്ങൾ ഒക്കെയും നടത്തിയിട്ടും ജീവിതത്തിൽ പ്രതീക്ഷിച്ച മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന്. അപ്പോൾ വാസ്തവം എവിടെയാണ് നിൽക്കുന്നത്? മാറ്റം അത് നമ്മളിൽ തന്നെയാണ് തുടങ്ങേണ്ടത്. ആത്മീയ സാക്ഷാത്കാരവും വ്യക്തിവികാസവും സംഭവിക്കണമെങ്കിൽ സ്ഥിരമായ പരിശ്രമവും ആത്മപരിശോധനയും അനിവാര്യമാണ്. ഒരു ചെറിയ ശ്രമം, ഒരു കുഞ്ഞു കാൽവയ്പ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാത തന്നെ മാറ്റും. 24 മണിക്കൂർ ഈശ്വരൻ കനിഞ്ഞു നൽകിയ ഒരു ദിവസം, അതിലേതാനും മിനിറ്റുകൾ ധ്യാനത്തിനോ അർപ്പണ മനോഭാവത്തോടെയുള്ള ഒരു മന്ത്രജപത്തിനോ അതുമല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള ഒരു നന്ദി പ്രകടിപ്പിക്കുന്നതിനോ ഓരോ ദിവസവും ഏറ്റവും ലളിതമായി നമുക്ക് മാറ്റിവെക്കാം. ഈ പ്രവൃത്തികൾ വളരെ ചെറുതാണെങ്കിലും അപാരമായ പരിവർത്തന സാധ്യതയുള്ളതാണ്. ആളുകളെയോ സാഹചര്യങ്ങളെയോ ഈശ്വരനെയോ ഒക്കെ കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ നിസ്സഹായാവസ്ഥയുടെ ആഴം കൂട്ടാൻ മാത്രമേ സഹായിക്കുള്ളൂ. അവനവൻ്റെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ ആളിക്കത്തിക്കുമ്പോഴാണ് ശരിക്കുള്ള മാറ്റം സംഭവിക്കുന്നത്. ഈശ്വരൻ എന്ന പ്രപഞ്ച ശക്തി നമുക്ക് മാർഗദർശിയാകും.